ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 24 ഫെബ്രുവരി 2026, ഈ മാസത്തെ 24-ാമത്തെ ദിവസം, ഈ വർഷത്തെ 55-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 9-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: നമ്മുടെ ആകുലത അകറ്റുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആകുലത അകറ്റുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? അതിനായി ഇന്നെടുത്തിരിക്കുന്ന വചനം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടത് എന്നാണ് ഈ തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. പരിശുദ്ധനായ പൗലോസിന്റെ ഈ വാക്കുകൾ ഏത് സാഹചര്യത്തിൽ നിന്ന് എഴുതി എന്നറിയുമ്പോൾ അവയുടെ ശക്തിയും സാങ്കത്യവും വർദ്ധിക്കാതിരിക്കുകയില്ല. റോമിലെ കാരാഗൃഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി ഒരു പാറാവുകാരന്റെ സൂക്ഷ്മതയിൽ അപ്പോസ്തലൻ കഴിയുകയായിരുന്നു. യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത തടവുകാരനായത് സുവിശേഷം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. കൈസറുടെ മുമ്പാകെ വിസ്തരിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടത് കൊണ്ട് അതിനായി റോമിലെ അദ്ദേഹത്തെ എത്തിച്ചതാണ്. വിസ്താരം നടക്കാതെ 2 വർഷത്തോളവും ബന്ധനത്തിലായിരുന്നു. ആർക്കും നിരാശയും അമർഷവും പിറുവിറുപ്പും ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം. പക്ഷേ ആ സാഹചര്യത്തിൽ ഫിലിപ്പിയിലെ തൻ്റെ വാത്സല്യ സഭാംഗങ്ങൾക്ക് എഴുതുമ്പോഴാണ് മേൽ ഉദ്ധരിച്ച വാചകം ചേർത്തിട്ടുള്ളത്. ഇന്നുള്ള നമുക്ക് ആ സന്ദേശം വളരെ സംഗതമെന്ന് പറയേണ്ടതില്ലല്ലോ. ഒന്നാമതായി ചിന്തിക്കേണ്ടത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ളതാണ്. മറ്റൊരു പരിഭാഷ ഒന്നിനെക്കുറിച്ചും ആകുലചിന്തരാകേണ്ടതില്ല എന്നാണ്. ആകുലതയാണല്ലോ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ക്രിസ്തു കൽപ്പിച്ചു, നാളെപ്പറ്റി നിങ്ങൾ ആകുലപ്പെടരുത്. ഭാവിയെക്കുറിച്ചുള്ള ആകുലതയാണ് അനേകരെയും അസ്വസ്ഥരാക്കുന്നത്. ഭയം, ഉത്കണ്ഠ, ആകുലത, വേവലാതി എന്നിവ നാം അറിയാതെ നമ്മിലേക്ക് കടന്നു വന്നു നമ്മുടെ മാനസികമായ സ്വസ്ഥതയും സ്വൈര്യതയും ഇല്ലാതാക്കുന്നു. നമ്മുടെ മനസ്സിനെ തീയിലിട്ട് പൊരിക്കുക മാത്രമല്ല, ശരീരത്തെ പലതര രോഗങ്ങൾക്കും വിധേയമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആകുലതയുടെ ഉറവിടം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അവ നമ്മുടെ തെറ്റായ ചിന്തകളുടെയും നിഗമനങ്ങളുടെയും ഫലമായിട്ടുണ്ടാവാം. നമ്മുടെ ആന്തരിക ഭാവം ശരിയായി സൂക്ഷിക്കാത്തത് കൊണ്ടാവാം. ചിന്തകൾ കാടുകയറുവാനും വഴിതെറ്റി അലയുവാനും അനുവദിക്കുന്നത് അപകടകരമാണ്. നമ്മുടെ സമൂഹം കിടമത്സരത്തിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവനെ കീഴടക്കാമെന്ന ചിന്തയാണ് ഓരോരുത്തരിലും ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ ആകുലതയുടെ കാരണം? പ്രധാനമായും വിശ്വാസത്തിന്റെ കുറവാണ്. യഥാർത്ഥ വിശ്വാസം ആകുലതയും ഒന്നിച്ചു പോവുകയില്ല. ഒന്ന് വരുമ്പോൾ മറ്റത് അപ്രത്യക്ഷമാകും. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് നീങ്ങിപ്പോകുന്നത് പോലെ തീയും വെള്ളവും എതിരായിരിക്കുന്നത് പോലെ എന്ന് പറയാം. വെള്ളം തീയെ കെടുത്തുന്നു, തീ വെള്ളത്തെ ആവിയായി മാറ്റുകയും ചെയ്യും. യേശു ക്രിസ്തു പറയുന്നത് ശ്രദ്ധിക്കുക: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. യോഹന്നാൻ 14:1 പറയുന്നു. പൗലോസ് കൊരിന്തിലെ വിശ്വാസികൾക്ക് എഴുതിയപ്പോൾ നിങ്ങൾ ആകുല ചിത്തരാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എഴുതിയത്. 1 കൊരിന്ത്യർ 7:32 പറയുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ആകുലതയ്ക്കുള്ള പരിഹാരമെന്ത്? ആകുലതയ്ക്ക് പരിഹാരമായി ഇന്നുള്ള പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പോകുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത് അവരെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മാനസികമായ ആരോഗ്യം നഷ്ടപ്പെടുക മാത്രമല്ല, ശാരീരികമായി പല രോഗങ്ങൾക്കും
അവരെ അടിമയാക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ജീവിതത്തിലെ പല പ്രതിസന്ധികളിൽ കൂടിയും അപകട മേഖലകളിൽ കൂടിയും കടന്നു പോയ ആളായിരുന്നു പൗലോസ്ലീഹ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പോരെങ്കിൽ ഇപ്പോൾ കാരാഗ്രഹത്തിലും. എന്നിട്ടും ആകുലപ്പെടരുത് എന്ന് നിർദ്ദേശിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് ഭംഗിവാക്കല്ല, സ്വാനുഭവത്തിൽ നിന്നു ഉരുത്തിരിഞ്ഞ ഉദ്ബോധമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആകുലത അകറ്റാനുള്ള മാർഗം അദ്ദേഹം നിർദ്ദേശിക്കുന്നു. പ്രാർത്ഥന എന്നത് തന്നെ ഒരു ഭക്തൻ എഴുതി, തീയും വെള്ളവും പരസ്പരം എതിരായിരിക്കുന്നത് പോലെ ആകുല ചിന്തയും പ്രാർത്ഥനയും ഒന്നിനൊന്ന് നേരെ വിപരീതമായിട്ടാണ് ഇരിക്കുന്നത്. ആകയാൽ ആകുല ചിന്തയ്ക്ക് ഇടം കൊടുക്കാതെ പ്രാർത്ഥനയിൽ മുഴുകിയിരിപ്പീൻ. ഭക്തന്മാരായ ആളുകൾ പരീക്ഷിച്ചു നോക്കി സത്യമാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തേത്, കൃതജ്ഞത സ്തോത്രത്തോടെ ആവണം. നമ്മുടെ പ്രാർത്ഥന കൃതജ്ഞത സ്തോത്രത്തോടെ ആവണം. രണ്ടാമത്തേത്, എല്ലാ ആവശ്യങ്ങളും അറിയിക്കുക ഏതൊക്കെ ആയിരിക്കണം, ഏതൊക്കെ അറിയിക്കേണ്ട എന്നുള്ള വിവേചന ആവശ്യം ഇവിടെയില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവൻ്റെ മുമ്പിൽ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നാം ചേർക്കേണ്ടത്. പ്രാർത്ഥനയെപ്പറ്റി കർത്താവ് പഠിപ്പിച്ചത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. നാം ആവശ്യപ്പെടുന്നതിന് മുന്നേമേ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുവെങ്കിൽ ദൈവത്തോട് എന്തിനാണ് അപേക്ഷിക്കുന്നത് എന്ന് ചോദിച്ചേക്കാം. ദൈവത്തിലുള്ള നമ്മുടെ സമ്പൂർണമായ ആശ്രയവും വിശ്വാസവും വെളിപ്പെടുത്തുവാൻ അത് ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം നൽകുന്ന സമാധാനം മനുഷ്യന്റെ ധാരണയ്ക്കോ ഭാവനയ്ക്കോ അതീതമായ ഒന്നാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. പുറമേ പ്രശ്നങ്ങളും ക്ലേശങ്ങളും നേരിടേണ്ടി വരാം, എന്നാൽ ആന്തരികമായ ഒരു സ്വസ്ഥത നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും മറ്റുള്ളവർക്കെതിരായിട്ട് ചിന്തിക്കാതെ നമ്മളെ കൊണ്ടാകാവുന്ന കാര്യങ്ങളൊക്കെയും അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ആകുലതയെ അകറ്റി സമാധാന ചിത്തരായി വസിക്കുവാനുള്ള മാർഗം കൃതജ്ഞത നിർഭരമായ ഹൃദയത്തോടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണെന്ന് നാം മനസ്സിലാക്കി അത് പരീക്ഷിച്ച് നോക്കാനാകട്ടെ നമ്മുടെ ശ്രമം. അതായത് ഈ വലിയ നോമ്പിൽ അതിന് നമുക്ക് സംഗതിയാകട്ടെ. നാം ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ നാം നമ്മുടെ ഓരോ തെറ്റുകളെയും ഓർത്ത് അനുദപിച്ച് നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പൗരസ്ത്യ ക്രിസ്ത്യാനികളുടെ സിസ്റ്റം അനുസരിച്ച് ഈ 6 മണി കഴിഞ്ഞാൽ അത് അടുത്ത ദിവസമായിട്ട് കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഇത് 10ാമത്തെ ദിവസമാണ്. അതായത് 9ാമത്തെ ദിവസം ഇന്ന് പകൽ നമ്മൾ കഴിച്ചു. ആ 9 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് മാനസാന്തരം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റിയെന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിച്ച് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ അല്ലാതെ നമ്മളെ ഒരിക്കലും ദേഷിക്കുകയില്ല എന്ന് ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.